ഓയിസ്ക ഇൻ്റർനാഷണൽ എന്ന പേരിൽ ജപ്പാനിലൊരു പ്രകൃതി സംഘടനയുണ്ട്. അതിൻ്റെ കോട്ടയം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കോൺടെസ്റ്റ് നടന്നു. കോട്ടയത്തെ ഏറ്റവും പ്രായമായ വൃക്ഷമുത്തശ്ശിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആ കോൺടെസ്റ്റ്. കോട്ടയത്തുള്ള പല വൃക്ഷങ്ങളും ആ മത്സരത്തിൽ പങ്കെടുത്തു. എങ്കിലും മത്സരത്തിൽ വിജയിച്ചത് കോട്ടയത്തിനടുത്ത് പുത്തനങ്ങാടി എന്ന സ്ഥലത്ത് പ്രശസ്തമായ കൊച്ചേട്ട് ഭവനത്തിൽ ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വളരെ പ്രായം ചെന്ന ഒരു ഇലഞ്ഞി മരത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. ഏതാണ്ട് 350 പരം വർഷം പ്രായമുള്ളതായിരുന്നു ആ ഇലഞ്ഞി വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ സെലക്ഷനിലൊക്കെ ഒരു പങ്കാളിയാകുവാനും ജഡ്ജായി പ്രവർത്തിക്കുവാനൊക്കെ എനിക്കൊരു അവസരമുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ വൃക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകുകയും ഏതാനും ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉയരുകയും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ മനുഷ്യജീവിതവും വൃക്ഷങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നമുക്കറിയാം, വൃക്ഷങ്ങളാണ് നമ്മളെക്കാൾ എത്രയോ വർഷം മുമ്പ് ഇവിടെ വന്നവരാണ്. ഏതാണ്ട് 10 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളീ കാണുന്ന പോലെയുള്ള വൈവിധ്യവും വർണ്ണപൂർണവുമായ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മളാവട്ടെ ഹോമോസാപ്പിയൻസ്, നമ്മളിവിടെ വന്നിട്ട് ഏതാണ്ട് 2 ലക്ഷം വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെക്കാൾ എത്രയോ സീനിയറാണ് ഈ വൃക്ഷങ്ങൾ എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ മനസ്സിലാകാം. കാലപ്പഴക്കം കൊണ്ട് തന്നെ മനസ്സിലാക്കാം. നമുക്ക് വൃക്ഷങ്ങളിൽ നിന്ന് സൈലൻ്റായിട്ട് അവർ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അത് ചില ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, വൃക്ഷങ്ങളെന്ന് പറയുന്നത് അവരുടെ വേരുകൾ ഭൂമിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും അവരുടെ ശിരസ് ഉയരുന്നത് വിണ്ണിലേക്കാണ്. നമ്മുടെ ജീവിതവും മണ്ണിലാണ്. പക്ഷേ വൃക്ഷങ്ങൾ നമ്മളോട് പറയുന്നു, യു ഹാവ് ടു തിങ്ക്. നമ്മൾ വലിയ ഉന്നതമായ കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതം ഉന്നതമായ ദർശനമുള്ളതായിരിക്കണമെന്നാണ് ഈ വൃക്ഷങ്ങൾ നമ്മെ അറിഞ്ഞോ അറിയാതെയോ പഠിപ്പിക്കുന്നത്. മറ്റൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൃക്ഷങ്ങൾ വർഷങ്ങളോളം നമ്മളെക്കാളൊക്കെ എത്രയോ വർഷം അവർ ജീവിക്കുമ്പോൾ അവർക്ക് കൊടുങ്കാറ്റുകളെയും പേമാരിയെയും ഒക്കെ നേരിടേണ്ടി വരും. അതെല്ലാം നേരിട്ടാണ്, ചിലപ്പം വഴങ്ങിയും ചിലപ്പോൾ എതിർത്തും ഒക്കെയാണ് അവർ വളരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പേമാരിയും അതുപോലെ തന്നെ കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഭയപ്പെട്ടു പോകാതെ നിവർന്നു നിൽക്കുവാൻ നമുക്ക് ഒരു എന്താ പറയുക, അതിനൊരു പാഠം നൽകുന്നത് ഒരു പക്ഷേ ഈ വൃക്ഷങ്ങളാണ്. മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, വൃക്ഷങ്ങൾ നമുക്കറിയാം, അവർ ഈ പറഞ്ഞ പോലെ സീസൺസ് ഉണ്ട്. നമ്മളെക്കാൾ കൂടുതൽ പെട്ടെന്ന് സീസൺസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വൃക്ഷങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും അത്ര പ്രസക്തമല്ലെങ്കിൽ വടനാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം, 4 സീസൺസ് നമുക്കറിയാം. വിൻ സമ്മർ, അങ്ങനെ 4 സീസൺസ്, വിൻ്റർ സമ്മർ, അങ്ങനെ 4 സീസൺസ് നമുക്കറിയാം. ഈ സീസണിലെല്ലാം വൃക്ഷങ്ങൾക്കറിയാം അവർക്ക് ഓരോ ധർമ്മം നിർവഹിക്കാനുണ്ട്. ഒരു മഹത്തായി ചൊല്ലുണ്ട്, എവറി സീസൺ ഹാസ് ഇറ്റ്സ് റീസൺ. വേനലിനും മഴയ്ക്കും മഞ്ഞിനും ഒക്കെ അതിൻ്റെ കാരണങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ വേനൽക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ വസന്തമൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ് ജീവിതത്തിലാണെങ്കിലും. പക്ഷേ വരൾച്ച വരുമ്പോൾ അല്ലെങ്കിൽ വേനലിൻ്റെ അനുഭവം വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് എന്താ പറയുക, അത് ഇഷ്ടപ്പെടാനും ആസ്വദിക്കാനും സാധിക്കുന്നില്ല. കാരണം വി ഓൾമോസ്റ്റ് ഹേറ്റ് ദിസ് പർട്ടിക്കുലർ ഡ്രോട്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നത്, അതായത് വരൾച്ചയുടെ ഒരു കാലഘട്ടം വരുന്നത് നമുക്കത്ര സന്തോഷമുള്ള കാര്യമല്ല. പക്ഷേ എന്തിനാണ് വരൾച്ച? നമുക്കറിയാം, ഈ വരൾച്ച വരുമ്പോഴാണ് വൃക്ഷങ്ങൾ അതുവരെ ആഴത്തിലേക്ക് വേരിറക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് വൃക്ഷങ്ങൾക്ക് വേണ്ടി ഭൂമി ആഴത്തിൽ സംഭരിച്ച് വച്ചിരിക്കുന്ന ജലവും മറ്റും ധാതുക്കളും കണ്ടുപിടിക്കുന്നത്, വേരുകൾ കണ്ടുപിടിക്കുന്നത് ഈ ഡ്രോട്ടിൻ്റെ സമയത്താണ്. ഡ്രോട്ടിന് അത് വേറൊരു ഗുണം കൂടെയുണ്ട്. ഈ ആഴത്തിൽ വരുന്ന വേരുകൾ കൊണ്ടാണ് ഇത് കൊടുങ്കാറ്റിനെ ചെറുത്ത് നിൽക്കാൻ വൃക്ഷങ്ങൾക്ക് ധൈര്യവും അതിനുള്ള എന്താ പറയുക, അതിനുള്ള കരുത്ത് നൽകുന്നത് ഈ ആഴത്തിൽ ഓടുന്ന വേരുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വേനലിൻ്റെ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെയാണ്. നമുക്ക് അറിയാൻ മേലാത്ത റിസോഴ്സസ്, നമുക്കറിയാൻ മേലാത്ത സാഹചര്യങ്ങൾ, നമുക്കറിയാൻ മേലാത്ത എന്തൊക്കെയോ നന്മകൾ നമ്മൾ തേടിപ്പോകുന്നത് വരൾച്ചയുടെ കാലത്താണ്. എപ്പോഴും വസന്തമാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഞാൻ യെരുശലേം പള്ളി മെമ്പറാണ്. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും.
125 വർഷം ഘോഷിക്കാൻ പോകുന്ന കോട്ടയം മൃശ്ശിലേം പള്ളി. അതിൻ്റെ മുറ്റത്ത് മനോഹരമായ ഒരു കൊന്നമരം നിൽപ്പുണ്ട്, അതിമനോഹരം. ഇപ്പം നിങ്ങൾ ചെന്ന് നോക്കി അത് പൂത്തൊലിഞ്ഞ് നിൽക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ബിഷപ്പ് വന്ന് പ്രസംഗത്തിൽ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പള്ളിയിൽ, ഈ ഇടവകയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പള്ളിയിൽ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഈ കൊന്നമരമാണ്. അദ്ദേഹം പറഞ്ഞു, ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി വസന്തമാകുമ്പോൾ, വിഷു ആകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ഇലകളെല്ലാം കൊഴിച്ച് സർവ്വ ആഭരണം, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് അത് ഈശ്വര സന്നിധിയിൽ പറയും, ലോർഡ് ദിസ് ഈസ് മൈ മാക്സിമം, എനിക്കിത് പരം പൂക്കാൻ സാധിക്കില്ല. മനുഷ്യജന്മത്തിൻ്റെ പർപ്പസ് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ അതിൻ്റെ മാക്സിമത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ ധർമ്മവും കർമ്മവും. നമുക്കറിയാം, ചിലപ്പോൾ നമ്മളോട് ചില മരങ്ങൾ പൂത്ത് മനോഹരമായിട്ട് നിൽക്കുന്നു, ചിലത് നല്ല മനോഹരമായ പുഷ്പങ്ങൾ, മനോഹരമായ സുഗന്ധമുള്ള പുഷ്പങ്ങൾ അവർ ഭൂമിക്ക് അല്ലെങ്കിൽ ലോകത്തിന് നൽകുന്നു. ചിലരാവട്ടെ മധുരഫലങ്ങൾ നൽകുന്നു. എന്തുമായിക്കോട്ടെ, വാട്ട് ഇറ്റ് മേ ബി, എന്തുമായിക്കോട്ടെ, നല്ല ഫലങ്ങൾ, നല്ല മനോഹരമായ ഫലങ്ങൾ, മനുഷ്യ ജീവിതത്തിന് നന്മ നൽകുന്ന മരങ്ങളെപ്പോലെ നമ്മളും വേറെവർ യു ആർ പ്ലാന്റഡ്. അതിന് ഓടി നടക്കേണ്ട ആവശ്യം, മരങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങും ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെവർ യു ആർ പ്ലാന്റഡ് യു ഹാവ് ടു ബി ഫ്രൂട്ട്ഫുൾ. നല്ല നന്മകൾ ചെയ്ത് കാലം കഴിക്കാനുള്ള ഒരു നിയോഗമാണ് വൃക്ഷങ്ങൾ നമ്മെ മൗനമായി പഠിപ്പിക്കുന്നത്. ഇഫ് യു ഹിയർ ദം if you listen to them very closely, you can have so many. ഇതൊന്നുമല്ല, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വൃക്ഷങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മൾ ഇത്രയധികം തീറ്റിപ്പോറ്റുന്ന, നമുക്ക് തണൽ നൽകുന്ന, നമുക്ക് ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന വൃക്ഷങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ പറയും ഗ്രോ ഓൾഡ്, വി ആർ ഗ്രോയിങ് ഓൾഡ്. നോ, വി സ്റ്റോപ്പ് ഗ്രോയിങ് വെൻ വി ബിക്കം ഓൾഡ്, വെൻ വി സ്റ്റോപ്പ് ഗ്രോയിങ്. നമ്മളെപ്പോഴാണ് വളരാൻ വിസമ്മതിക്കുന്നത്, അല്ലെങ്കിൽ വളരാൻ നമ്മൾ വിമുഖത കാണിക്കുന്നത്, ദെൻ വി ഗ്രോ ഓൾഡ്. വൃക്ഷങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ദേ നെവർ ഗെറ്റ് ഓൾഡ്. അവരെന്നും വളർന്നുകൊണ്ടിരിക്കുക. സോ ദേ ഓൾവേസ് ഗ്രോ ആൻഡ് ദേ നെവർ ബിക്കം ഓൾഡ്. ആൻഡ് വി ഹാവ് ടു find an example from these trees and make our life more meaningful.